الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബ് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വിലമതിക്കാനാകാത്ത ഒരു വലിയ നിഅമത്തായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ പോലും റബ്ബ് നമുക്ക് നൽകിയ നമ്മളുടെ മക്കൾ, നമ്മളുടെ സന്താനങ്ങൾ, അതൊരു വല്ലാത്ത അനുഗ്രഹമായിട്ടാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ അനുഗ്രഹത്തെ ഒരു അനുഗ്രഹമായി തിരിച്ചറിയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, വിവാഹം കഴിഞ്ഞ് 10-12 കൊല്ലം മക്കളില്ലാതെ വളരെ സങ്കടപ്പെട്ട് അവരുടെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറയാൻ കഴിയാതെ കണ്ണീരിൽ കുതിർന്ന ജീവിതം നയിക്കുന്ന
കുടുംബിനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണുനീർ കാണുന്ന ആളുകൾക്കറിയാം അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന വമ്പിച്ച ഞാമത്തായ നമ്മളുടെ മക്കളെക്കുറിച്ചുള്ള അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞ് ആ അനുഗ്രഹത്തെ സമ്മാനിച്ച ഗിഫ്റ്റായി നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത്, ശുക്ർ ചെയ്യുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഇതൊരു സമ്മാനമായി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, രണ്ട് ലോകത്തും ഈ മക്കളെ ഉപകരിക്കുന്ന മക്കളായി ഒരു രക്ഷിതാവെന്ന നിലക്ക്, മാതാപിതാക്കളെന്ന നിലക്ക് നമ്മളുടെ ബാധ്യത കൃത്യമായി നിർവഹിക്കപ്പെടണം എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ന് വല്ലാത്ത ആശങ്കയിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ് പല കുടുംബനാഥന്മാരും കുടുംബനാഥകളും മക്കളെ കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ. ചതിക്കുഴിയുടെ ലോകത്താണ് ഇന്ന് നമ്മളുടെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ചതിക്കുഴിയിലേക്ക് വീണു പോകുന്നതിനെ ഭയപ്പാടോടെയാണ് ഏതൊരു ഉമ്മയും ഏതൊരു ഉപ്പയും അതിനെയൊക്കെ നോക്കിക്കാണുന്നത്. പലപ്പോഴും ദിശാബോധം നഷ്ടപ്പെട്ട് ധാർമ്മിക ബോധമില്ലാത്ത എത്രയോ കുട്ടികളാണ് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ പഠനത്തെക്കുറിച്ചും അവരുടെ കൂട്ടുകെട്ടും അവരുടെ പെരുമാറ്റവും എല്ലാം ഒരു വേള പേടിച്ചുകൊണ്ടാണ് രക്ഷിതാക്കളെന്ന നിലക്ക് തങ്ങളുടെ മക്കളെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും വല്ലാത്ത ആവലാതിയിൽ, വല്ലാത്ത പ്രയാസത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബനാഥന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് ജീവിതത്തിൽ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളോട് പോലും ഒരു അരുതായ്മ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, മോനെ നീ ഇത് ചെയ്യരുത്, മോളെ നീ ഇത് ചെയ്യരുത് എന്ന് പറയാൻ പോലും ഒരു വേള പേടിച്ചു പോകുന്ന രക്ഷിതാക്കൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത് എന്നത് നമ്മൾ അറിയണം. ആഗ്രഹിച്ചത് ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരു തുണ്ട് കയറിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചു കളയുന്ന മക്കളുടെ എണ്ണം, സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ഞാനും നിങ്ങളും നോക്കിക്കാണേണ്ടുന്നത് ഈ അടുത്ത് പത്രത്തിൽ വന്ന പത്രമാധ്യമത്തിലെ ഏറ്റവും സുപ്രധാനമായ വാർത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ആത്മഹത്യ സംഭവിക്കുന്നതിൽ ചെറിയ മക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഒരു തുണ്ട് കയറിൽ അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിലൂടെ തങ്ങൾക്ക് അള്ളാഹു സമ്മാനിച്ച ആ ജീവനെ സ്വന്തം റിസ്കിൽ തങ്ങൾ നശിപ്പിച്ചു കളയുന്ന മക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ രക്ഷിതാക്കൾ വല്ലാതെ ബേജാറിലും ആശങ്കയിലുമാണുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളുകളും കോളേജുകളും കലാലയങ്ങളും ക്യാമ്പസുകളും എല്ലാം ഇന്ന് അധാർമികതയാണ്, അശ്ലീലങ്ങളാണ് ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിശ്വാസത്തിൻ്റെയും അധാർമികതയുടെയും മതനിരാസത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും ഇന്ന് വളക്കൂറുള്ള മണ്ണായി ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കളെന്ന നിലക്ക് ഞാൻ സൂചിപ്പിക്കാതെ തന്നെ വളരെ കൃത്യമായി അതിൻ്റെ ഗൗരവം ഞാൻ നിങ്ങളും മനസ്സിലാക്കിയവരാണ്. എത്രത്തോളം മക്കളുടെ അസ്തിത്വത്തെയും അവരുടെ ആരോഗ്യത്തെയും എന്തിനേറെ അവരുടെ സ്വഭാവത്തെപ്പോലും അങ്ങേയറ്റം മുച്ചൂട് തകർത്തുകളയുന്ന ലഹരിയും കഞ്ചാവും അതുപോലെ തന്നെ തിന്മകളുടെ ലോകത്ത് ഇന്ന് മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ കൃത്യമായി രക്ഷിതാക്കളെന്ന നിലക്ക് നമുക്കൊരു വലിയ ബാധ്യതയും അള്ളാഹു സമ്മാനിച്ച മക്കളോടൊരു വലിയ അമാനത്തും രക്ഷിതാക്കളെന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുണ്ട്. സഹോദരങ്ങളെ, ആൺകുട്ടികളും പെൺകുട്ടികളും വല്ലാത്ത ഒരു ജീവിത ശൈലിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ചിരിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുമ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്? അവിഹിത ബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ ഒരുമിച്ച് ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പുതിയ പുത്തൻ ഡയലോഗുകൾ സമ്മാനിക്കുന്ന മക്കളാണ് ഇന്നിൻ്റെ ലോകത്തുള്ളത്. ആദ്യത്തെ തവണ പറയുന്നത് ഞാനൊക്കെ ഒരുപക്ഷെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി എന്ന നിലക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നീട് അതിനെ മാറ്റം വരുത്തിയിട്ട് എൻ്റെ ബെസ്റ്റിയാണ്. എവിടേക്കാണ് ഈ ലോകത്തെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയണം. അള്ളാഹു സമ്മാനിച്ച മക്കളോട് വലിയ അമാനത്തും വലിയ ബാധ്യതയും വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് നിർവഹിക്കുവാനുണ്ട്. അവിടെയാണ് ഖുർആൻ മക്കളെ സമ്മാനിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച റബ്ബ് ഖുർആനിലെ ഓർമ്മപ്പെടുത്തി, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന,
നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് അള്ളാഹു സമ്മാനിച്ച സമ്പത്തും സന്താനങ്ങളും കടുത്ത പരീക്ഷണമാണ്. അള്ളാഹു സമ്മാനിച്ച സന്താനങ്ങളാണ്. ആ റബ്ബ് സമ്മാനിച്ചത് കൺകുളിർമ നൽകാൻ അള്ളാഹു സമ്മാനിച്ച മക്കൾ നിങ്ങൾക്കൊരു പരീക്ഷണമാണ് എന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു. അവിടെയും അവസാനിപ്പിച്ചില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ചവരെ, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് ഇന്ന മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകൾ, നമ്മളോടൊപ്പമുള്ള നമ്മളുടെ ഭാര്യയെ എത്ര കണ്ട് ഞാനും നിങ്ങളും സ്നേഹിക്കുന്നുണ്ട്. ആ ഭാര്യയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങളുടെ ഇണകളിൽ, നിങ്ങളുടെ ഭാര്യമാരിൽ, ഔലാദിക്കും നിങ്ങളുടെ മക്കളിലും, അദുവ്വലക്കും നിങ്ങൾക്ക് ശത്രുവുണ്ട്. ആ ഭാര്യയും മക്കളും ഒരുപക്ഷെ നമുക്ക് ശത്രുവായി തീരും. അതുകൊണ്ട് എന്തു ചെയ്യണം? ഫഹ്ദറൂഹും, ആ മക്കളെയും ഭാര്യമാരെയും കൃത്യമായി നിങ്ങൾ സൂക്ഷിക്കണം, കരുതണം എന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു. നമ്മളുടെ മക്കൾ നമ്മളുടെ ശത്രുക്കളാകാതിരിക്കാൻ എന്താണോ ഖുർആൻ പഠിപ്പിച്ചത് ആ ഒരു നിലപാടിലേക്ക്, ആ ഒരു ആദർശത്തിലേക്ക് സഹോദരങ്ങളെ തിരിച്ചു വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നല്ല മക്കളെ വാർത്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏതൊരു ഉമ്മയും വാപ്പയും. എങ്ങനെ സഹോദരങ്ങളെ ഏറ്റവും നല്ല മക്കൾ അള്ളാഹു സമ്മാനിച്ച ഗിഫ്റ്റായി തന്ന നമ്മളുടെ മക്കളെ രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളായി വളർത്താൻ നമുക്കെങ്ങനെ സാധിക്കുമെന്നത് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കണം. റബ്ബ് തന്ന മക്കളെ ഏറ്റവും നല്ല തർബിയത്തോടെ, ഏറ്റവും നല്ല തസ്കിയത്തോടെ വളർത്താൻ എങ്ങനെ സാധിക്കുമെന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഏറ്റവും നല്ല ഇണയെ തിരഞ്ഞെടുക്കുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഒരു വരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഭാര്യയെ, ഏറ്റവും നല്ല ഒരു ഇണയെ അവൻ നേടിയെടുക്കണം എന്നതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഖുദൂ വതഖയ്യറൂ നുത്ഫതകും, നിങ്ങളുടെ ബീജം നിക്ഷേപിക്കുവാനുള്ള ഏറ്റവും നല്ലൊരു ഇണയെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യണം, തിരഞ്ഞെടുക്കണം എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആരാണ് സഹോദരങ്ങളെ ഏറ്റവും നല്ല ഇണ? റസൂലുള്ള പറഞ്ഞില്ലേ, വിവാഹം ചെയ്യുമ്പോൾ ഫളുഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ള മതനിഷ്ഠയുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ വിവാഹം ചെയ്യണം. ജീവിതത്തിൽ പലപ്പോഴും സുഖങ്ങളും സന്തോഷങ്ങളും ആർഭാട ജീവിതവും നയിക്കാൻ പെണ്ണിൻ്റെ സ്വത്തും പറമ്പും ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം ചെയ്യുന്നവരുണ്ട്. അതല്ലെങ്കിൽ പെണ്ണിൻ്റെ സൗന്ദര്യം മോഹിച്ച് വിവാഹം ചെയ്യുന്നവരുണ്ട്. അവിടെയൊക്കെ ഖുർആൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കയ്യിൽ മണ്ണ് പുരളേണ്ടി വന്നാലും, അത്യാവശ്യം പ്രയാസം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് കളിയാടണമെങ്കിൽ മതമുള്ള മതനിഷ്ഠയുള്ള പെണ്ണിനെ നിങ്ങൾ വിവാഹം ചെയ്യണം എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മളോടൊപ്പമുള്ള ഭാര്യമാർ ഏറ്റവും നല്ല മതനിഷ്ഠയുള്ള ഒരു ഭാര്യയാണ്, ഒരു ഇണയാണ് എന്നത് നമുക്ക് പറയാൻ കഴിയൂ. ഇനി വിവാഹം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കണോ? മതനിഷ്ഠയുള്ള, അള്ളാഹുവിനെ പേടിക്കുന്ന, പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു പെണ്ണിനെ വിവാഹം ചെയ്താൽ അവരുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും ഖൈറുണ്ടാകും. റബ്ബ് സമ്മാനിക്കുന്ന സന്താനങ്ങൾ ഏറ്റവും നല്ല മക്കളായി തീരും എന്നതിനെ തിരിച്ചറിയണം. അബൂ അസ്വദ് ദുഅലി റഹിമഹുല്ലാ ഏറ്റവും വലിയ പണ്ഡിതനാണ്. അദ്ദേഹം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു വലിയ വസിയത്തായി കൊടുത്തു, ഖദ് അഹ്സൻതും ഇലൈക്കും സിഗാറൻ വ കിബാറ, നിങ്ങളുടെ ചെറിയ പ്രായത്തിലും നിങ്ങളുടെ വലിയ പ്രായത്തിലും മുതിർന്നപ്പോഴാണ് മക്കളോട് പറയുന്നത്, നിങ്ങൾ കുട്ടികളായിരുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ നിങ്ങൾ മുതിർന്ന സന്ദർഭത്തിൽ നിങ്ങളോട് ഏറ്റവും നല്ല നന്മകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ മക്കൾ കേട്ടപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കൈഫ അഹ്സൻതും ഇലൈന, ഉപ്പ ഞങ്ങൾക്ക് ചെയ്ത നന്മ എന്താണ്, എന്തു നന്മയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉപ്പ എന്ന നിലക്ക് ഞങ്ങളോട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അബൂ അസ്വദ് ദുഅലി റഹിമഹുല്ലാ പറഞ്ഞു, ഇഖ്തർതു ലക്കും മിനൽ ഉമ്മഹാത് ബൽ തസുബ്ബൂന ലഹ, ഒരാളും ആക്ഷേപിക്കാൻ പെടാൻ സാധ്യതയില്ലാത്ത
ഏറ്റവും നല്ലൊരു ഉമ്മയെയാണ് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത്. നല്ലൊരു ഉമ്മാനെ തിരഞ്ഞെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല മുത്തക്കികളായ മക്കളാക്കി വാർത്തെടുക്കാൻ എനിക്കെൻ്റെ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ട്. എങ്ങനെ സാധിച്ചു? ഏറ്റവും നല്ലൊരു ഉമ്മയെ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ സാധിച്ചു എന്നതാണ് അവിടുന്ന് അബൂ അസ്വദ് ദുഅലി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ സ്വർണവും വെള്ളിയും നിങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ആ സമ്പത്തിനെ കുറിച്ച് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അതുകൊണ്ട് സൂക്ഷിച്ചു വെക്കുന്ന സ്വർണത്തെയും വെള്ളിയെയും കുറിച്ച് നിങ്ങൾ ഗൗരവത്തിൽ കാണണം എന്ന് പറയുമ്പോൾ സ്വഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുന്ന് ചോദിച്ചു പോയി, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന, നിധിയായി വെക്കാൻ പറ്റുന്ന, ഏറ്റവും നല്ല വിലമതിക്കാൻ പറ്റാത്ത സമ്പത്ത് ഏതാണ് റസൂലെ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് 3 കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തത്, വിലമതിക്കാനാകാത്ത സമ്പത്തിനെ റസൂലുള്ള പറഞ്ഞത് ഖൽബുൻ ഷാക്കിർ, ഏറ്റവും നല്ലൊരു മനസ്സാണ്, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന, റബ്ബ് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് പകരമായി എല്ലാം തൃപ്തിയോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത്. രണ്ടാമത്തത് പറഞ്ഞത് വലിസാനുൻ ദാക്കിർ, എപ്പോഴും നനവുള്ള, അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ ദിക്റെടുക്കുന്ന ഒരു നാവ് ഒരാൾക്കുണ്ടാവുക എന്നത്. എപ്പോഴും നനവുള്ള ഒരു നാവ്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ഓർത്ത് ദിക്റ് ചെയ്യുന്ന, അള്ളാഹു അക്ബർ എന്നും അൽഹംദുലില്ലാഹ് എന്നും സുബ്ഹാനല്ലാഹ് എന്നും നിരന്തരം പറയുന്ന ഒരു നാവ് ഒരുവന്റെ ജീവിതത്തിൽ അള്ളാഹു സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വമ്പിച്ച നിധിയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മൂന്നാമതായി പറഞ്ഞത് വമർഅത്തും തുഈനുഹു അലാ ഈമാനിഹി, ഈമാനിക വിഷയത്തിൽ തൻ്റെ ഭർത്താവിനെ സഹായിക്കുന്ന പെണ്ണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്യാവശ്യം ഗൗരവത്തിലാണ് സ്ത്രീകളോട് ആ വിഷയം പോലും സംസാരിക്കുന്നത്. തങ്ങളുടെ ഭർത്താവിനെ സഹായിക്കുന്ന ദീനീ വിഷയത്തിൽ ഒരുപക്ഷെ ഭർത്താവ് രാത്രി സമയങ്ങളിൽ വീട്ടിൽ നിന്ന് പോകേണ്ടി വരും. അതല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിച്ചിരിക്കുന്ന ആ സ്വഹാബിമാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി ഹല്ലല റളിയല്ലാഹു അൻഹു അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്കുത്തരം ചെയ്ത് അവിടുന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ഭാര്യയുടെ തലയിൽ കൈവച്ച് ആദ്യ രാത്രി പറയുന്ന വർത്തമാനം, എല്ലാ നന്മകളും ഞാനിതാ അള്ളാഹുവിനോട് ചോദിക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളി കേട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിളിക്കുത്തരം ചെയ്ത് റബ്ബിൻ്റെ അടുക്കലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ മടങ്ങി വരാത്തൊരു തിരിച്ചുപോക്കാണ് എൻ്റെ ജീവിതത്തിലുള്ളതെങ്കിൽ നീ ക്ഷമിക്കണം പെണ്ണേ എന്ന് പഠിപ്പിക്കുന്ന ആ ഒരു വലിയ മാതൃക നമുക്ക് കാണാൻ കഴിയും. ഭർത്താക്കന്മാരെ സഹായിക്കുന്ന ഭാര്യമാർ, സഹോദരങ്ങളെ, ഏറ്റവും നല്ല സ്വത്തായി, നിധിയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഒന്നാമത്തത്, ഏറ്റവും നല്ല ഇണയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. നല്ല മക്കളെ കിട്ടണോ? നല്ല ഇണയെ, നല്ല ഭാര്യമാരിലാണ്, നല്ല ഇണകളിലാണ് അള്ളാഹു ഏറ്റവും നല്ല മക്കളെ സമ്മാനിക്കുന്നത് എന്നത് തിരിച്ചറിയണം സഹോദരങ്ങളെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്മായിൽ എന്ന ചോരക്കുഞ്ഞ് ഒരു ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് സഹോദരങ്ങളെ വളർന്നു വലുതായത്. ആ ഉപ്പാന്റെ ഒരു സ്നേഹമോ കാരുണ്യമോ അവിടുന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരോരുമില്ലാത്ത മക്കയുടെ ഊശരഭൂമിയിൽ, അറിയണം, മക്കയുടെ ഊശരഭൂമിയിൽ ഒരു ഉമ്മയും കുഞ്ഞും മാത്രം. അവിടെ ഒരു വല്ലാത്ത തർബിയത്ത്. ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഇസ്മായിൽ എന്ന ആ പ്രവാചകന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അതിനെക്കുറിച്ച് പറഞ്ഞു സ്വഹാബികൾക്ക് കൊടുക്കുന്നുണ്ട്. അത്തരം നല്ലൊരു ഉമ്മയെ വാർത്തെടുത്ത് ആ ഒരു ഉമ്മയുടെ തർബിയത്തിലൂടെ വളർന്നു വന്നപ്പോൾ എന്തും ചെയ്യാൻ, തൻ്റെ കഴുത്തെറുക്കണം എന്ന് പറയുമ്പോഴും എന്തു ചെയ്താലും എനിക്ക് സമ്മതമാണ്, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന പാകത്തിലേക്ക് മനസ്സു മാറിയത് ഉമ്മയുടെ തർബിയത്താണ് എന്നത് മനസ്സിലാക്കണം. രണ്ടാമത്തത് പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. പലപ്പോഴും ജീവിതത്തിൽ പ്രാർത്ഥിക്കാറുള്ളത് വലിയ സങ്കടങ്ങളും ദുരിതങ്ങളും താങ്ങാനാകാത്ത തീച്ചൂളകൾ നിറഞ്ഞ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും.
പലപ്പോഴും മക്കൾ വഴിതെറ്റി പോകുമ്പോൾ അവിഹിത ബന്ധത്തിലേക്ക് നമ്മളറിയാതെ നമ്മളുടെ മക്കൾ മറ്റു പല രീതികളിലേക്ക് സഞ്ചരിച്ചു പോകുമ്പോൾ, തിന്മയിലേക്ക് ചേക്കേറുമ്പോൾ, വൃത്തികെട്ട കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോൾ മനസ്സറിഞ്ഞ് ഒരുപക്ഷെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും നല്ല നിലക്ക് നമ്മളോടൊപ്പം നമ്മളുടെ മക്കളുള്ളപ്പോൾ പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പ്രവാചകരെ പറയണം, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കില്ല. നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട് സഹോദരങ്ങളെ. എത്രത്തോളം ഖുർആൻ കൃത്യമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ച പ്രാർത്ഥനകൾ കാണാം. ഇബാദുർ റഹ്മാൻ, പരമകാരുണികന്റെ അടിയാന്മാർ, അവരുടെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചത് വല്ലദീന യഖൂലൂന. അള്ളാഹുവിൻ്റെ ഖുർആൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, ഇബാദുർ റഹ്മാൻ, പരമകാരുണികന്റെ അടിയാന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ. അല്ലാഹുവേ, എനിക്കിണയായി തന്ന എൻ്റെ ഭാര്യയിലും എൻ്റെ സന്താനങ്ങളിലും എനിക്ക് ഖുർറത അയുൻ, കൺകുളിർമ അള്ളാഹുയെ പ്രദാനം ചെയ്യണം. മക്കളെ കാണുമ്പോൾ, ഭാര്യയെ കാണുമ്പോൾ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. നമ്മളുടെ മക്കൾ എന്തു തെറ്റു ചെയ്താലും ഒരുപക്ഷേ നമ്മളുടെ മക്കളാണ്, നമ്മളുടെ ചോരയിൽ പിറന്ന മക്കളാണ്. അവരെ ശകാരിക്കാൻ പോലും പേടിക്കുന്നു എങ്കിൽ സഹോദരങ്ങളെ നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ് മക്കളോട്. ആ മക്കൾ കൺകുളിർമയാകുന്നത് എപ്പോഴാണ് സഹോദരങ്ങളെ? നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ കൂടെ നമ്മളുടെ കയ്യിൽ പിടിച്ച് നമ്മളോടൊപ്പം പള്ളിയിലേക്ക് വരാൻ നമ്മളുടെ മക്കളുണ്ടെങ്കിൽ അത് കാണുമ്പോൾ, ഇസ്ലാമിക ദഅ്വാ രംഗത്ത് നമ്മളുടെ മക്കളും നമ്മളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ, നന്മയുടെ വിഷയത്തിൽ നമ്മളുടെ മക്കൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കൺകുളിർമയുള്ള മക്കളെ അള്ളാഹു സമ്മാനിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഗിഫ്റ്റായി റബ്ബ് തന്നത്, ഏറ്റവും വലിയ സമ്മാനമായി റബ്ബ് തന്ന ആ കൺകുളിർമ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളോടൊപ്പം നമ്മളുടെ മക്കളുണ്ടോ എന്നത്. ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളത്, സാധാരണഗതിയിൽ നമുക്ക് ചോദിക്കാനുള്ളത്, ഇന്നത്തെ സുബഹി നമസ്കാരം നിർവഹിച്ച എത്ര പിതാക്കന്മാരുണ്ട് എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നതെങ്കിൽ, ഇന്നത്തെ ചോദ്യം, മക്കൾ സുബഹി നമസ്കരിച്ച എത്ര ഉപ്പമാർ ഈ സദസ്സിലുണ്ട് സഹോദരങ്ങളെ? വല്ലാത്തൊരു ചോദ്യമാണ്. മക്കൾ സുബഹി നമസ്കരിച്ച, ജമാഅത്തായി സുബഹി നമസ്കരിച്ച എത്ര ഉപ്പമാർ ഈ പള്ളിയിൽ ഇവിടെ ഇരിപ്പുണ്ട്? എത്ര ഉമ്മമാരുണ്ട്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. നമ്മളുടെ മക്കളെ നമ്മളോടൊപ്പം കിടത്തി ഉറക്കി ഒരുപക്ഷേ പള്ളിയിലേക്ക് ഹയ്യ അല സ്വലാ എന്ന് വിളിച്ചപ്പോൾ പള്ളിയിലേക്ക് വരാൻ കഴിയാതെ നമ്മൾ മാത്രം വീട് പൂട്ടി നമ്മൾ പള്ളിയിലേക്ക് വന്ന് നമസ്കരിച്ച് തിരിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അറിയണം, വല്ലാത്തൊരു ചതിവാണ്, വല്ലാത്തൊരു വഞ്ചനയാണ് നമ്മളുടെ മക്കളോട് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളുടെ ശരീരത്തെ മാത്രം നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്ന സന്ദേശമല്ല ഖുർആൻ നൽകുന്നത്. മറിച്ച് അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ ഉറ്റവരുടെ, നമ്മളുടെ രക്തത്തിൽ പിറന്ന നമ്മളുടെ മക്കൾ സുബഹി നമസ്കാരിക്കാതെ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ അവർ കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ചാൽ നരകത്തിൻ്റെ കൊള്ളികളായി നമ്മൾ വിട്ടേച്ചു പോകുന്നു എന്ന തിരിച്ചറിവ് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ടാകണം സഹോദരങ്ങളെ. ഏത് വിഷയത്തിലും, നന്മയുടെ വിഷയത്തിൽ നമ്മളുടെ മക്കൾ നമ്മളോടൊപ്പം ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, എല്ലാവർക്കും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവർക്കും മരണമുണ്ട്. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അറിയണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തിന് അധ്വാനിക്കുന്നു, എന്തിന് പ്രയാസം സഹിക്കുന്നു, എന്തിന് ഇരുട്ട വെളുക്കെ നമ്മൾ പണിയെടുക്കുന്നു? നമ്മളുടെ മക്കളുടെ സന്തോഷത്തിന്, നമ്മളുടെ ഭാര്യയുടെ സന്തോഷത്തിന്. എന്നാൽ നമ്മളൊന്ന് മരണപ്പെട്ട് നമ്മളുടെ ചലനമറ്റ ശരീരം ഒന്ന് മയ്യത്തുകട്ടിൽ വയ്ക്കുമ്പോൾ നമ്മളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മളുടെ മക്കളുണ്ടാകുമോ? ഒരുപക്ഷേ അതൊന്ന് കഫം ചെയ്യാൻ, അതല്ലെങ്കിൽ കഫം ചെയ്തു കഴിഞ്ഞ് ആ മയ്യത്തുകട്ടിലിൽ പിടിച്ച് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ മക്കൾ കൂടെയുണ്ടാകുമോ? മയ്യത്ത് നമസ്കരിക്കാൻ നേതൃത്വം കൊടുക്കാൻ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ ഉപ്പച്ചിക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഉസ്താദിനെ കൊണ്ട് പറ്റില്ല. നമ്മൾ കൂലിക്ക് ഏർപ്പാട് ചെയ്യുന്ന ആളിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരില്ല.
മറിച്ച് കണ്ണുനീർ വരുന്നത് നമ്മളുടെ ചോരയിൽ പിറന്ന, നമ്മൾ സ്നേഹിച്ചു വളർത്തിയ, നമ്മളുടെ കൺകുളിർമയായി കൂടെ കൊണ്ട് നടക്കുന്ന നമ്മളുടെ മക്കൾ നമ്മളുടെ ചലനമറ്റ നമ്മളുടെ ശരീരത്തിൻ്റെ മുന്നിൽ വെച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീർ ചാലിട്ടൊഴുകി നമ്മളുടെ പിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മക്കളുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയണം. മയ്യത്ത് കൊണ്ടുവന്ന് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് എല്ലാവരും തിരിച്ചു പോകുമ്പോഴും തസ്ബീത്ത് ചൊല്ലാൻ അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. അല്ലാഹുവേ, ചോദ്യമുണ്ട് കബറിൽ, ആ ചോദ്യവേളയിൽ എൻ്റെ ഉപ്പച്ചിക്ക്, എൻ്റെ ഉമ്മച്ചിക്ക് ഉത്തരം നൽകാൻ സ്ഥൈര്യം നൽകണേ നാഥ, എൻ്റെ വാപ്പയ്ക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ മക്കളെ കഴിയൂ നമ്മളുടെ വാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഒരു വേള മയ്യത്ത് നിസ്കരിക്കാൻ പോലും പേടിച്ചു പോകുന്ന മക്കളാണ്. എങ്ങനെ പ്രാർത്ഥിക്കും? ഉപ്പാനെ ഏറ്റവും നല്ല യാത്രയാക്കേണ്ടുന്ന സമയം, ഉമ്മാനെ ഏറ്റവും നല്ല യാത്രയാക്കേണ്ടുന്ന സമയം. ഒരുപക്ഷേ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തെറ്റിപ്പോകുമെന്ന് പേടിക്കുന്നുവെങ്കിൽ പഠിക്കണം സഹോദരങ്ങളെ, പഠിക്കണം. അവസാനമായി ഇത്ര സ്നേഹം തന്നു വളർത്തുന്ന വാപ്പാനെ യാത്രയാക്കാൻ, ഉമ്മാനെ യാത്രയാക്കാൻ അവർക്ക് ഏറ്റവും വലിയ സമ്മാനമായി കൊടുക്കാനുള്ളത് നമ്മളുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുണ്ടാകണം. നമ്മളുടെ വാപ്പയ്ക്ക് വേണ്ടി, ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ വളർത്തിയെടുക്കാൻ 40 കൊല്ലമായി, 50 കൊല്ലമായി, 60 കൊല്ലമായി, 70 കൊല്ലമായി നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ടാകുമോ എന്നത് പ്രസക്തമായ ചോദ്യമാണ്. നെഞ്ചത്തു കൈവച്ച് ഞാൻ നിങ്ങളും ചോദിക്കണം. ഇത്ര കാലം പോറ്റി വളർത്തിയ മക്കൾ ഞാനൊന്ന് മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി മരണത്തിന് ശേഷവും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാണോ എൻ്റെ കൂടെ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയണം സഹോദരങ്ങളെ. പ്രവാചകന്മാരുടെ പ്രാർത്ഥന എമ്പാടും ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഹുനാലിക സകരിയ റബ്ബഹു റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ. ഏറ്റവും നല്ല മക്കളെ അല്ലാഹുവേ നൽകണേ എന്നത് സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വയോവൃദ്ധനാണ്. അവിടുന്ന് പ്രാർത്ഥിച്ചത് നല്ല കുട്ടിയെ കിട്ടാനല്ല, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ ഒരു സന്താനത്തെ നമ്മളും വിവാഹം ചെയ്ത് ഒരുപക്ഷേ സന്താന സൗഭാഗ്യമില്ലാതിരുന്നാൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പടച്ച റബ്ബേ ഒരു ആൺകുഞ്ഞിനെ തരണേ, ഒരു പെൺകുഞ്ഞിനെ തരണേ, അല്ലെങ്കിൽ നല്ലൊരു കുട്ടിയെ തരണേ എന്ന പ്രാർത്ഥനയാകും. എന്നാൽ ആ പ്രാർത്ഥനയേക്കാൾ വലിയ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യണേ എന്ന പ്രാർത്ഥനയാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഏറ്റവും നന്നായി ഉപകരിക്കും എന്നതിനെ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ സന്താനങ്ങളുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ ഇൻ ഖത അമലുഹു ഇല്ലാ മിൻ സലാത്ത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴികെ എല്ലാം അവസാനിക്കുമെന്നത് റസൂലുള്ളാഹി പറഞ്ഞു. ഒന്ന് സദഖത്തുൻ ജാരിയായ സദഖയാണ്. പള്ളികൾക്ക്, യതീംഖാനകൾക്ക്, നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് ആരൊക്കെ സദഖ ചെയ്തു അതൊക്കെ ഖബറിലുമുണ്ടാകും. രണ്ടാമത്തത് ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്, നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത അറിവുകൾ അത് നമ്മളുടെ ഖബറിലുണ്ടാകും. മൂന്നാമത്തത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, വാപ്പയ്ക്ക് വേണ്ടി ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അവരുടെ പ്രാർത്ഥന അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് മക്കളുടെ പ്രാർത്ഥനയുണ്ടാകാൻ നമ്മൾ നന്നായി പരിശ്രമിക്കണം. മൂന്നാമത്തത് മക്കൾക്ക് നല്ല പേര് സ്വീകരിക്കുക എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ് അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ എന്നതാണ്, അബ്ദുറഹ്മാൻ എന്നതാണ്. ഏറ്റവും നല്ല പേര് മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും അർത്ഥമില്ലാത്ത പേരുകൾ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി, എന്താണ് നിന്റെ പേര്? ആസിയ എന്ന് പറഞ്ഞു. ധിക്കാരി എന്നാണ് അർത്ഥം. റസൂലുള്ളാഹി പറഞ്ഞു, അൻതി ജമീല, നീ ജമീലയാണ്, നീ സുന്ദരിയാണ്, നല്ല പെൺകുട്ടിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേര് തിരുത്തി കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അമാനത്താണ് അള്ളാഹു നമുക്ക് ഗിഫ്റ്റായി തന്നിട്ടുള്ളത്. ആ മക്കളുടെ വിഷയത്തിൽ ഏറ്റവും നല്ല ശ്രദ്ധ അനിവാര്യമാണ്. 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തത് ബോധ്യപ്പെടുത്തലാണ്. മക്കൾക്ക് നല്ല ബോധ്യപ്പെടുത്തൽ, ഉപദേശങ്ങൾ ഒരുപക്ഷെ സ്വീകരിക്കാത്തൊരു കാലഘട്ടത്തിലാണ് മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ബോധ്യപ്പെടുത്തൽ അനിവാര്യമാണ് സഹോദരങ്ങളെ. രണ്ടാമത്തത് വേണ്ടെന്ന് പറയാൻ മക്കളെ പഠിപ്പിക്കണം.
പഠിപ്പിക്കണം. അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ, ഒരുപക്ഷേ മൊബൈൽ ലഭിക്കുമ്പോൾ അതിലൊക്കെ ചാറ്റ് ചെയ്ത് പല തിന്മകളിലേക്കും ചേക്കേറുമ്പോൾ, മോളെ നീ ഇത് അവസാനിപ്പിക്കണം, വേണ്ട എന്ന് പറയാൻ രക്ഷിതാക്കൾ എന്ന നിലക്ക് മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. മൂന്നാമത്തത് മക്കളെ അറിയലാണ്. മക്കളെ അറിയണം. പലപ്പോഴും എല്ലാം കൊടുക്കും, എല്ലാ സൗകര്യങ്ങളും കൊടുക്കും, മക്കളെ അറിയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക്, ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ അധാർമികത നിറഞ്ഞു നിൽക്കുന്ന, അശ്ലീലത നിറഞ്ഞു നിൽക്കുന്ന ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ മക്കളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. പ്രാർത്ഥനയോടെ അള്ളാഹുൽ തവക്കിലാക്കി മക്കളെ അറിഞ്ഞ് കൂടെ കൂടുന്ന കൂട്ടുകാരാരാണ് എന്നതൊക്കെ കൃത്യമായി അറിഞ്ഞു പ്രവർത്തിക്കാൻ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് സാധിക്കണം. ഏറ്റവും നല്ല ഒരു ശ്രോതാവായി, ഒരു കേൾവിക്കാരനായി മാതാപിതാക്കൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് അവധി സമയമാണ്. മക്കൾ നമ്മളോടൊപ്പമുണ്ട്. അവരോട് ദീർഘസമയം സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നാലാമത്തത് മാതൃക സൃഷ്ടിക്കുന്ന കുടുംബനാഥന്മാരാകണം. ഏറ്റവും നല്ല നിലക്ക് നമസ്കാരത്തിൻ്റെ സമയം ബാങ്കു കേട്ടാൽ പള്ളിയിലേക്ക് പോകുന്നൊരു വാപ്പയും, ആ നിലക്ക് മക്കളെ കൂടെ കൂട്ടുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, നന്മയിൽ സഞ്ചരിക്കുന്ന പിതാവാണോ ആ മക്കളും ഏറ്റവും നല്ല മക്കളായി തീരും. അഞ്ചാമത്തത് മതിപ്പ് നഷ്ടാവരുത്. പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടുന്നൊരു വിഷയമാണ്. നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോണുകളുണ്ട്. എന്നാൽ ഒരവിഹിതം നമ്മൾ കണ്ടുപോയാൽ, സഹോദരങ്ങളെ, നമ്മൾ കണ്ടുപോയാൽ, അത് നമ്മളുടെ മക്കൾ അറിഞ്ഞുപോയാൽ വാപ്പ എന്ന സ്ഥാനം മനസ്സിൽ നിന്ന് മാറ്റിക്കളയും. ഒരുപക്ഷേ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉമ്മ കാണുന്നത് അവിഹിതമാണെങ്കിൽ നമ്മളുടെ മക്കൾ ഉമ്മ എന്ന സ്ഥാനം ആ മനസ്സിൽ നിന്ന് മാറ്റിക്കളയും സഹോദരങ്ങളെ. അതുകൊണ്ട് പലപ്പോഴും നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണ് നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. ഒരിക്കലും തിന്മയിലേക്ക് പോകരുത്. ആ തിന്മയൊക്കെ ജീവിതത്തിൽ വന്നുപോയാൽ നമ്മളുടെ മക്കളറിഞ്ഞാൽ ഒരുപക്ഷേ അവരോട് മാന്യമായ നിലക്കൊന്ന് ഉപദേശിക്കാൻ നിങ്ങൾക്കെന്ത് യോഗ്യതയുണ്ട് എന്ന് തിരിച്ചു ചോദിക്കുന്നിടത്തേക്ക് നമ്മുടെ മക്കൾ മാറിപ്പോകും. അതുകൊണ്ട് ഗൗരവമാണ് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി നമ്മൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അവിടെയാണ് നല്ല മക്കൾ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആറാമത്തത്, വീട്ടിൽ ഏറ്റവും നല്ല സമാധാനം ഉണ്ടാകണം. സ്നേഹമുള്ള, സന്തോഷമുള്ള കുടുംബിനികൾ, പരസ്പരം സന്തോഷത്തോടെ ഭാര്യയും ഭർത്താവും കലഹിച്ച് ജീവിക്കുന്ന, നിസ്സാര പ്രശ്നത്തിന് നിരന്തരം വഴക്കടിക്കുന്ന മക്കൾ, സ്നേഹം മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയാതെ പരസ്പരം കലഹിച്ച് യുദ്ധത്തിലേർപ്പെട്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം സ്നേഹം കിട്ടാതെ മറ്റു പല വഴികളും മക്കൾ സ്വീകരിക്കും. ഒരുപക്ഷേ ലഹരിക്കും കഞ്ചാവിനും ഒക്കെ അടിമപ്പെട്ടു പോകും. അത്തരമൊരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏഴാമത്തത്, മക്കൾ നല്ല തിരക്കിലാകണം. ഒന്നു കഴിഞ്ഞാൽ ഒന്ന് പണി കൊടുക്കണം. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മലർന്നു കിടന്ന് കരയുമ്പോൾ ഒന്ന് അവൻ്റെ അടുക്കലേക്ക് ഓടി വരുമ്പോൾ അവൻ്റെ കരച്ചിൽ നിർത്തും. അവൻ്റെ കയ്യിലേക്ക് ഒരു കളിപ്പാട്ടം കൊടുത്താൽ അത് കളിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് മനുഷ്യന്മാരുടെ ഒരു പ്രകൃതം ഏതു സമയവും തിരക്കുള്ള മനുഷ്യന്മാരായി തീരണം. ഒരു ഒഴിവ് സമയം കിട്ടുമ്പോൾ, ഒഴിവ് സമയത്തെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത് നിഅമതാനി മഗ്ബൂനിൻ ഫീഹിമ കസീറു മിനന്നാസ്, രണ്ട് അനുഗ്രഹങ്ങൾ, അസ്വിഹതു വൽ ഫറ. ഒന്ന് ആരോഗ്യമാണ്, ഒന്ന് ഒഴിവ് സമയമാണ്. ഈ ഒഴിവ് സമയം പലപ്പോഴും മനുഷ്യനെ ദുഷിച്ച ചിന്തയിലേക്ക്, എത്രയോ സമയം മൊബൈലിന് അഡിക്റ്റായി പല തരത്തിലുള്ള തിന്മകളിലേക്ക്, ഗെയിമുകളിലേക്ക്, പല ജാതി സൈറ്റുകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല വഴിയെ, ഏറ്റവും നല്ല അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ച, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും നല്ല മാർഗം സ്വീകരിച്ച് വളർത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പറഞ്ഞു വന്നത്, രണ്ട് ലോകത്തും നമ്മളുടെ മക്കൾ ഉപകരിക്കാൻ വേണ്ട മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കണമെന്നതാണ്. പ്രത്യേകിച്ച് മക്കളെ ബോധ്യപ്പെടുത്തൽ അനിവാര്യമാണ്. മക്കളോടുള്ള സംസാരം, അതൊക്കെ ഏറ്റവും നല്ല നിലക്ക് പ്രവാചകന്മാരുടെ മാതൃക മക്കളോട് സംസാരിച്ചത് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പോലും റസൂലുള്ള തൻ്റെ പുന്നാര മകളെ ഫാത്തിമ റളിയല്ലാഹു അൻഹ
അവിടുന്ന് റസൂലുള്ള വിളിക്കുന്നുണ്ട്, യാ ഫാത്തിമ ഖിത്അതു കബദി, എൻ്റെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമ. ഈ ഒരു വിളി ഒരു വല്ലാത്ത സ്വാധീനം ചെലുത്തും നമ്മളുടെ മക്കളോട്. എൻ്റെ കരളിൻ്റെ കഷ്ടമായ എൻ്റെ മോളെ എന്ന് വിളിച്ചാലുണ്ടാകുന്ന ഒരു കുളിർമയുണ്ട്. പലപ്പോഴും അങ്ങനൊന്നും വിളിക്കാനും സംസാരിക്കാനും രക്ഷിതാക്കൾക്ക് സമയം കിട്ടാറില്ല. മക്കളോട് ഏറ്റവും നല്ല നിലക്ക് സംസാരിക്കാനുള്ള ഏറ്റവും നല്ല വഴികളാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചത്. ഖുർആൻ പരിശോധിക്കുമ്പോൾ യാ ബുനയ്യ, ലുക്മാൻ നബി അലൈഹിസ്സലാം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ യഅതി ബിഹല്ലാഹ്, ജീവിതത്തിൽ ഒരു ചെറിയ കടുകുമണിയുടെ അത്ര തിന്മ ചെയ്താലും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൊണ്ടുവരും. വല്ലാത്തൊരു ഉപദേശമാണ്. ഇത്തരത്തിൽ ഉപദേശം കൊടുക്കാൻ മാതാപിതാക്കൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കൾ നമ്മളോടൊപ്പമുണ്ട്. പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചു തന്ന ഉപദേശങ്ങളാണ് ഏറ്റവും നല്ല ഉപദേശങ്ങൾ. ജീവിതത്തിൽ തിന്മകൾ, ആഭാസങ്ങൾ, അതല്ലെങ്കിൽ കൊള്ളരുതായ്മകൾ, അശ്ലീലങ്ങൾ, നമ്മൾ കാണാത്ത തിന്മകൾ നമ്മുടെ മക്കൾ നിർവഹിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്കതിനെ തടയാൻ കഴിയില്ല. എന്നാൽ ബോധ്യപ്പെടുത്താൻ സഹോദരങ്ങളെ നമുക്ക് കഴിയും. ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ യഅതി ബിഹല്ലാഹ്, അള്ളാഹു കൊണ്ടുവരും. ഈ വാപ്പയുടെ കണ്ണു വെട്ടിക്കാൻ, ഈ ഉമ്മാൻ്റെ കണ്ണു വെട്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ഉമ്മയെയും ഉപ്പയെയും ഒരുമിച്ച് നിർത്തുമ്പോൾ ജീവിതത്തിൽ ചെയ്ത തിന്മകൾ എന്താണോ അത് അള്ളാഹു കൊണ്ടുവരും. ഇന്ന റബ്ബക റബ്ബുൽ ലബിൽ മിർസാദ്, അള്ളാഹു പതിയിരുന്ന് നിരീക്ഷിക്കുന്നുണ്ട് മോനെ, മോളെ എന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഉപദേശം ലുക്മാൻ അലൈഹിസ്സലാം കൊടുത്തത്, അഖിമിസ്സലാ, നമസ്കാരം നിർവഹിക്കണം, വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം, ദാലിക് ഫസ്ബിർ അലാ മാ അസാബക്, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രയാസങ്ങളുണ്ടായാലും അതിനൊക്കെ ക്ഷമിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഇതൊക്കെ ഖണ്ഡിതമായ കാര്യങ്ങളാണ്. വലാ തുസഗ്ഗിർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളൊരു മുഖം കോട്ടരുത്, മുഖം തിരിച്ചു സംസാരിക്കരുത്. വലാ തംശി ഫിൽ അർദി മറഹ, ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി നടക്കരുത്. ഇങ്ങനെയുള്ള ഏറ്റവും നല്ല ഉപദേശങ്ങൾ ഒരു പിതാവെന്ന നിലക്ക് മക്കൾക്ക് സമ്മാനിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ഏതു സമയം പലപ്പോഴും വിലപിച്ചിരിക്കുന്ന മാതാപിതാക്കളാണ്. വലിയ ആശങ്കയും സങ്കടത്തിലും ജീവിക്കുമ്പോൾ എന്തുണ്ട് പരിഹാരം എന്നത് അള്ളാഹുവിൻ്റെ ഖുർആനാണ് പഠിപ്പിച്ചത്. പടച്ച റബ്ബ് നമുക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ആ മക്കളെ എങ്ങനെ വളർത്തണം, എങ്ങനെ തർബിയത്ത് നടത്തണം എന്നത് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ തർബിയത്ത് മനസ്സിലാക്കി ഖുർആൻ എന്താണോ പറഞ്ഞത് ആ ശൈലി സ്വീകരിച്ച് രക്ഷിതാക്കൾ എന്ന നിലക്ക് എത്ര വലിയ മനഃശാസ്ത്ര സംവിധാനം ഉപയോഗിച്ചാലും നമ്മുടെ മക്കളുടെ മനസ്സിനെ മാറ്റാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ എന്താണോ പഠിപ്പിച്ചത്, പ്രവാചകന്മാർ തങ്ങളുടെ മക്കളെ എന്താണോ പഠിപ്പിച്ചത്, ആ ശൈലി സ്വീകരിക്കലാണ് ഏറ്റവും നല്ല മക്കളെ വളർത്തിയെടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് വെക്കേഷൻ സമയമാകുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച്, ദീനിനെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഈ 2 മാസം ഒരുപക്ഷെ നമ്മളുടെ മക്കൾ അലസന്മാരായി, അശ്രദ്ധന്മാരായി വെറുതെ സമയം കൊന്നുകളഞ്ഞാൽ ഈ സമയം തിരിച്ചു കിട്ടില്ല. ഈ സമയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകം പടച്ചറബിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ നമുക്ക് ശത്രുക്കളായി നാളെ പരലോകത്ത് നമുക്കെതിരിൽ സംസാരിക്കുന്ന ഒരു ഇടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനൊക്കെ മറുപടി പറയാൻ സന്നദ്ധരാകേണ്ടത് മാതാപിതാക്കളാണ്. അതുകൊണ്ട് ഈ സമയത്തെ, വിലപ്പെട്ട സമയത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണം. മക്കൾക്ക് എവിടെയൊക്കെ ദീനീ സംരംഭങ്ങളിൽ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിക്കൂ അവിടെയൊക്കെ ദീനിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരിലും നമ്മളുടെ മക്കളിലും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവേ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, നമ്മളുടെ 2 സഹോദരങ്ങൾ അവരുടെ കുടുംബവും 2 ദിവസത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് പുറപ്പെടുകയാണ്. അവർ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ യാത്ര അല്ലാഹു എല്ലാവിധ ഖൈറിലുമാക്കട്ടെ.
ഏറ്റവും നല്ല നിലക്ക് മഖ്ബൂലും മബ്റൂറുമായി ഉംറ കർമ്മം നിർവഹിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ അവർക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ذنوبنا وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.